ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശിവാനി നിധിക്ക് പണി കൊടുക്കാമെന്ന് കരുതിയിട്ട് ജ്യോതിയുടെ സാരിയിൽ ഇസ്തിരിപ്പെട്ടി വെക്കുമ്പോൾ ശിവാനിക്ക് ഷോക്ക് ഏൽക്കണം കേട്ടോ. എന്നാൽ ഒരു സൈഡിൽ നിന്ന് ഇതെല്ലാം നിർമ്മല കണ്ടിരിക്കുന്നു. എന്തോ ഒരു കുനിഷ്ട ബുദ്ധിയാണ് അവൾ ഒപ്പിക്കുന്നത് എന്ന ഭാവത്തിൽ നിർമ്മല നോക്കി നിൽക്കണം കേട്ടോ. ഇതേ സമയം ശിവാനി അലറിയും കൊണ്ട് തറയിലോട്ട് വീഴുന്ന ശബ്ദം കേട്ട് ജ്യോതി മോളെ മോളെ നിനക്ക് എന്ത് പറ്റിയെന്ന് പറഞ്ഞിട്ട് ജ്യോതി താഴെ നിന്നും കയറി വരുന്ന സമയത്ത് ഇപ്പുറത്താണെങ്കിലോ നിധി ഇതെല്ലാം മൊബൈലിൽ വീഡിയോ ആക്കി പകർത്തിയിട്ടുണ്ട് കേട്ടോ. നിധി മാറി നിൽക്കുകയാണ്. കാരണം മനഃപൂർവ്വം ഈ പറയുന്ന ശിവാനിക്ക് ഒരു ശിക്ഷ കൊടുക്കാം എന്ന് കരുതി തന്നെയാണ് നിധി മാറി നിന്നിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ ജ്യോതി ഓടി വരികയാണ്. ജ്യോതി ഓടി വരുമ്പോൾ കാണുന്ന കാഴ്ച തൻ്റെ മകളായി കാണുന്ന ശിവാനി തറയിൽ വീണ് കിടക്കുന്നതായിരിക്കും. ഇതേ സമയം എന്ത് പറ്റി മോളെ നിനക്ക് എന്ത് പറ്റിയെന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച തൻ്റെ സാരി ഇങ്ങനെ ഇരുന്ന് കത്തുന്നതായിരിക്കും കേട്ടോ. അത് കാണുന്നതിനോടുകൂടി പിന്നീട് ശിവാനിയെ വിളിക്കാൻ നിൽക്കില്ല. അയ്യോ എൻ്റെ സാരി എന്ന് പറയണം. അപ്പോഴേക്കും ശിവാനിക്ക് ഇങ്ങനെ ബോധം വരികയാണ് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ ശിവാനി ഇങ്ങനെ എണീറ്റ് വരുന്ന സമയത്ത് അയ്യോ എൻ്റെ 1,00,000-ൻ്റെ സാരിയാണ് ഈ കത്തിയിരിക്കുന്നത്, എന്താണ് ഈ ചെയ്തിരിക്കുന്നത്, എൻ്റെ സാരി കത്തിച്ചു എന്ന് പറയുമ്പോൾ ശിവാനി പറയണം ആ നിധിയാണ് അത് ചെയ്തത് എന്ന് പറയണം കേട്ടോ. അങ്ങനെ എവിടെ അവളെൻ്റെ സാരി കത്തിച്ചു എന്നിങ്ങനെ പറയണം കേട്ടോ. അപ്പോഴേക്കും നിർമ്മല അങ്ങോട്ടേക്ക് വരികയാണ്. നിർമ്മല വന്നിട്ട് പറയണം അതെ ഈ സാരി കത്തിച്ചത് നിധിയല്ല ഈ പറയുന്ന ശിവാനിയാണ് എന്ന് പറയട്ടോ. അത് കേട്ട ഉടൻ തന്നെ ശിവാനിക്ക് അങ്ങ് ദേഷ്യം പിടിച്ചിട്ട് വേലക്കാരിയാണെങ്കിൽ വേലക്കാരിയുടെ സ്ഥാനത്ത് നിൽക്കുക, അല്ലാതെയും കണ്ട് മറ്റുള്ള കാര്യങ്ങളിൽ ഇടപെട്ടാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം എന്ന് ശരിക്കും അറിയുക എന്നിങ്ങനെ പറയട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് നിധി കയറി വരുന്നത്. അങ്ങനെ നിധി ചോദിക്കുകയാണ് എന്താ പ്രശ്നം എന്നിങ്ങനെ ചോദിക്കുകയാണ്. എൻ്റെ സാരി നീ കത്തിച്ചതും പോരാ എന്നിട്ട് എന്താ പ്രശ്നം എന്നോ, ഒന്നും അറിയാത്തതുപോലെ നിൻ്റെ അഭിനയം ഉണ്ടല്ലോ, മര്യാദക്ക് നിർത്തടി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ നിധി പറയും ഞാൻ നിങ്ങളുടെ സാരി കത്തിച്ചു എന്നോ, എന്താ നിങ്ങൾ പറയുന്നത്, എനിക്കൊരു ഫോൺ വന്നിട്ട് ഞാനങ്ങ് പോയതല്ലേ, ഞാൻ നിങ്ങളുടെ സാരി ഒന്നും കത്തിച്ചിട്ടില്ല, ഇത് ശിവാനിയാണ് ചെയ്തതെന്ന് പറയുമ്പോൾ ശിവാനി എന്താ നീ പറയുന്നത്, കള്ളം പറയുന്നത്, ഞാൻ ചെയ്തോന്ന്, നിൻ്റെ അടുത്ത് സാരി തേക്കാൻ തന്നിട്ട് നീ കത്തിച്ചത് എങ്ങനെ. അപ്പോഴേക്കും നിർമ്മല പറയാണ് ഈ കിടക്കുന്ന ശിവാനി തന്നെയാണ് ചെയ്തത്, ശിവാനി കത്തിക്കാൻ ഒരുങ്ങിയപ്പോഴേക്കും എന്നിങ്ങനെ പറയാൻ കേട്ടോ. അപ്പോഴേക്കും അവിടെ ശിവാനി അങ്ങ് ദേഷ്യപ്പെടുകയാണ്. വീട്ടുവേലക്ക് വന്നവർ വീട്ടുവേല ചെയ്താൽ മതി, അല്ലാതെ എന്നെ ഇവിടെ കുറ്റം പറയാൻ നിന്നാൽ നിങ്ങളെ ഉണ്ടല്ലോ മര്യാദക്ക് എൻ്റെ കൺമുന്നിൽ നിന്ന് പോ എന്ന് പറഞ്ഞിട്ട് വഴക്ക് പറയണം കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് നിർമ്മല അവിടെ നിന്ന് കരഞ്ഞും കൊണ്ട് പോവുകയാണ്. എന്നാൽ നിധിയാണെങ്കിലോ ഞാൻ നിങ്ങളുടെ സാരിയൊന്നും കത്തിക്കില്ല, എനിക്കിങ്ങനത്തെ വൃത്തികെട്ട പരിപാടി ചെയ്യുന്ന സ്വഭാവമില്ല, നിങ്ങളോട് പ്രതികാരം ചെയ്യുന്നുണ്ടെങ്കിൽ നേരിട്ട് പ്രതികാരം ചെയ്യും, അല്ലാതെ നിങ്ങളുടെ സാരിയിൽ വെച്ച് ഞാൻ ഒരിക്കലും പ്രതികാരം ചെയ്യില്ല. അപ്പോൾ ഉടനെ തന്നെ ഇങ്ങനെ ചോദിക്കുകയാണ് അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ എങ്ങനെ തറയിൽ വീണത്, നീയാണെങ്കിലോ ഷോക്ക് ഏറ്റെന്നും പറഞ്ഞു, അപ്പം നിനക്കെങ്ങനെ ഷോക്ക് ഏറ്റത്. അപ്പോൾ ഉടൻ തന്നെ അവിടെ എന്താ പറയേണ്ടതെന്ന് അറിയാതെ ശിവാനി തപ്പിപ്പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉടൻ നിധി പറയണം അപ്പോഴാണ് ആൻറ്റി ആയത്, നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യം തന്നെ അവരോട് ചോദിച്ചല്ല, അമ്മ അച്ഛൻ എന്നൊക്കെ പറഞ്ഞ് അവൾ വിളിക്കുന്നുണ്ടല്ലോ, അവൾ നിങ്ങളുടെ 1,00,000-ൻ്റെ സാരി കത്തിച്ചു, ആ കത്തിച്ചു കഴിഞ്ഞാൽ പിന്നീട് എന്നെ കുറ്റപ്പെടുത്തുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അവൾ നിങ്ങളുടെ സാരി നശിപ്പിക്കുകയാണ് ചെയ്തത്. പക്ഷേ നിങ്ങൾക്ക് പ്രിയപ്പെട്ടതും നിങ്ങൾക്ക് വേണ്ടപ്പെട്ട സാരിയുമാണെന്ന് അവൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഇതാണ് ശിവാനിയെ കൂട്ടുപിടിച്ചവർക്കൊക്കെ ഇങ്ങനെയാണ് ശിക്ഷ കിട്ടുന്നത്. കാരണം എന്നോട് പക തീർക്കാൻ അവൾ ആരെയും ആയുധമാക്കിയെടുക്കും, അതിൽ ആര് നശിച്ചാലും അവൾക്ക് കുഴപ്പമില്ല എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന ശിവാനി പറയണേ അമ്മേ ഇവൾ പറയുന്ന കള്ളങ്ങൾ വിശ്വസിക്കരുത്, നീ മിണ്ടരുത്, നീ എൻ്റെ സാരി കത്തിച്ചു, ഇത് എത്രയും പ്രിയപ്പെട്ടതാണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ട് നീ എൻ്റെ സാരി എന്തിനാണ് ഈ കത്തിച്ചത്, ഞാൻ അതിന് മാത്രം എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തത്, ഞാൻ നിന്നെ മകളായിട്ടല്ലേ കണ്ടത് എന്ന് പറഞ്ഞിട്ട് ജ്യോതി ഇങ്ങനെ ശിവാനിയെ വഴക്ക് പറയാൻ കേട്ടോ. ശിവാനിയെ ഇത് വഴക്ക് പറയുമ്പോൾ ശിവാനിയാണെങ്കിലോ നിധിക്ക് വെച്ചത് തനിക്ക് തന്നെ തിരിച്ചടിച്ച് എന്ന ഭാവത്തിൽ ഇങ്ങനെ ശിവാനി ദേഷ്യം പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഈ സമയം എടി നീ എന്നെ അച്ഛനും അമ്മയായി കാണുന്ന എന്നെ അവർക്ക് നേർക്ക് നീ തിരിക്കുന്നോ എന്നിങ്ങനെ പറയുമ്പോൾ അല്ലടി പിന്നെ ഞാൻ എന്ത് ചെയ്യണം, പ്രായത്തിന് മുതിർന്ന ആളെ നീ ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ നിന്നും പറഞ്ഞയച്ചത്, അവരൊരു വേലക്കാരിയാണ് എങ്കിലും കൂടി അവർക്ക് കൊടുക്കേണ്ട ഒരു ബഹുമാനം നീ കൊടുക്കേണ്ട, അവരുള്ള സത്യം പറഞ്ഞത് നിനക്ക് പൊള്ളിയോ, ഞാനാടി സത്യത്തിൽ സാരി കത്തിച്ചത്. അപ്പോൾ ശിവാനി പറയും നീ തന്നെയാണ് കത്തിച്ചത്, എന്നാൽ ഞാൻ നിനക്ക് ഒരു കാര്യം കാണിച്ചു തരാം, നീ ഇപ്പോൾ നിർമ്മലയുടെ അടുത്ത് ചെന്നിട്ട് സോറി പറയണം, എന്നെക്കൊണ്ടൊന്നൊരു വീട്ടുകാരിയോട് സോറി പറയാൻ പറ്റില്ല, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, നീ പറഞ്ഞേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് വലിച്ചു കൊണ്ടുപോകാൻ എന്നെക്കൊണ്ട് പറ്റില്ല, എന്നാൽ നീ ഇത് കാണ്, ഞാൻ എന്തായാലും നിനക്ക് ഉഗ്രം പണിയാണ് തരാൻ പോകുന്നത്, ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഉണ്ടല്ലോ ഈ വീഡിയോ എന്ന് പറഞ്ഞിട്ടാണ് പ്ലേ ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ അത് കാണുന്നത് ശിവാനി ഇങ്ങനെ നിധി പോയതിന് ശേഷം അങ്ങോട്ടേക്ക് വരികയാണ്. എന്നിട്ട് ഇസ്തിരിപ്പെട്ടി ഓൺ ചെയ്യുന്നതും ആ സാരി അവിടെ ആ സാരിയിൽ ഇസ്തിരിപ്പെട്ടി വെക്കുന്നതും ആ
നിൽക്കുന്ന ആ ഒരു രംഗവും പിന്നീട് ഇസ്തിരിപ്പെട്ടി തൊട്ടപ്പം താൻ തെറിച്ച് വീണ ആ രംഗമൊക്കെ ആയിരിക്കും കേട്ടോ. ഇത് കാണുന്നതോടുകൂടി ശിവാനി ഞെട്ടാണ്. എന്താ നിനക്കിപ്പോൾ മനസ്സിലായില്ലേ, ഈ വീട്ടിൽ എല്ലാ പ്രശ്നങ്ങളും നീയാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ നിനക്ക് മുന്നിൽ എൻ്റെ കണ്ണുകളുണ്ട്, അതുകൊണ്ട് നിനക്ക് ഇനി ഒരു കള്ളത്തരം ഈ വീട്ടിൽ നടത്താൻ കഴിയില്ല. നീ ഇപ്പോൾ നിർമ്മല ആൻറ്റിയോട് സോറി പറഞ്ഞില്ല എങ്കിൽ ഇത് പ്രണവിൽ എത്തിക്കും ഞാൻ. പ്രണവ് നിൻ്റെ മുഖം മൂടി അതോടുകൂടി വലിച്ചൂരും. പ്രണവിനെ നീ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടല്ല ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നതെന്ന് പ്രണവിനെ അറിയില്ലല്ലോ. പാവം പ്രണവ് നിന്നെ സ്നേഹിക്കുന്നത് നീ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു എന്ന് കരുതിയിട്ടാണ് അവൻ നിന്നെ സ്നേഹിക്കുന്നത്. എന്നാൽ നിൻ്റെ മുഖംമൂടി ഇപ്പം ഞാൻ വലിച്ചൂരെന്ന് പറയുമ്പോൾ ദയവിത് നിധി നീ എന്നെ പ്രണവിന് മുന്നിൽ കുറ്റക്കാരിയാക്കല്, ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കെന്നൊക്കെ പറയുമ്പോൾ കുറ്റക്കാരിയാക്കേണ്ട എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് അങ്ങ് കേൾക്ക്, ശരി ഞാൻ കേൾക്കാം എന്ന് പറയട്ടെ. ഇതേ സമയം നിധി അങ്ങ് പോകുമ്പോൾ ശിവാനിക്ക് പകയാവാണ്. ശിവാനിങ്ങനെ മനസ്സുകൊണ്ട് എന്നെ ഇനി പ്രണവിന് മുന്നിൽ സത്യങ്ങൾ തുറന്നു പറയിപ്പിക്കുമെങ്കിൽ നിനക്ക് ഞാൻ തരാൻ പോകുന്നു ഇതൊന്നല്ലടി, ഞാൻ തരും എന്നിങ്ങനെ പറയാൻ കേട്ടോ. എനിക്ക് തിരിച്ചടി തന്നിരിക്കും, ഇത് ശിവാനിയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീടാണെങ്കിലോ ഇങ്ങനെ നിർമ്മലയാണ് കാണിക്കുന്നത്. നിർമ്മല ഇങ്ങനെ പൊട്ടിക്കരയാണ്. അങ്ങനെ നിർമ്മല ഇങ്ങനെ സി കെ ചന്ദ്രബോസിനെ കുറിച്ചിട്ടുള്ള ആ ഒരു രംഗം ആലോചിക്കുകയാണ്. അതായത് അവരുടെ കഴിഞ്ഞ കഥ കേട്ടോ. അമ്പലത്തിലോട്ട് നിർമ്മല ഇങ്ങനെ പോകുന്ന സമയത്ത് സി കെ ചന്ദ്രബോസ് അമ്പലത്തിൽ വെച്ച് നിർമ്മലയെ കെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുമ്പോൾ നിർമ്മല പറയാണ് ഇതൊരു അമ്പലമാണ്, ഇത് ദൈവങ്ങളുടെ ആ സാന്നിധ്യമുള്ള സ്ഥലത്ത് വെച്ച് ഇങ്ങനെയൊന്നും ചെയ്യില്ല, പിന്നെ ഞാൻ എന്താടി ചെല്ലക്കുട്ടി വേണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ നിർമ്മല ഇങ്ങനെ സി കെ ചന്ദ്രബോസിൻ്റെ കൈകൾ പിടിച്ചിട്ട് തൻ്റെ വയറ്റത്തോട്ട് വെക്കാനിട്ട് ഇതെന്താ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഒരു ഗർഭിണിയാണ്. അപ്പോൾ അതിനോട് കൂടിയിട്ട് ആ കൈ ഒരൊറ്റ തട്ടങ്ങ് സി കെ ചന്ദ്രബോസ് തട്ടാണ്. അത് കാണുമ്പോൾ നിർമ്മലക്ക് സഹിക്കില്ല. നിങ്ങളെന്തേ കാണിച്ചത്? അതെ ഞാൻ നീ ഗർഭിണിയെന്നോ, വിവാഹം കഴിക്കാത്ത നീ ഗർഭിണിയോ? അപ്പോൾ ഉടൻ തന്നെ അവിടെ നിർമ്മല പറയാണ് ഇതൊരു ദൈവസന്നിധിയിൽ വെച്ച് നിങ്ങൾക്ക് ഈ ഒരു സന്തോഷ വാർത്ത കേൾക്കുമ്പോൾ നിങ്ങൾ സന്തോഷവാനാവും എന്നാണ് ഞാൻ കരുതിയത്, നിങ്ങളുടെ കുഞ്ഞാണ് എൻ്റെ വയറ്റിലുള്ളത് എന്ന് പറയുമ്പോൾ എന്ത് വിവാഹം കഴിക്കാത്ത നിന്നെ നീ ഒരു ഗർഭിണിയായിരിക്കെ പിന്നെ നിങ്ങൾ എനിക്ക് സമ്മാനിച്ചതല്ലേ എന്ന് പറയുമ്പോൾ എനിക്കിതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല, വിവാഹം കഴിക്കാത്ത നീ ഗർഭിണിയായ സമൂഹം നിന്നെ തള്ളിപ്പറയും, അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് നിർമ്മല ചോദിക്കുമ്പോൾ നീ കുഞ്ഞിനെ അങ്ങ് കളഞ്ഞേക്ക്. എന്താ നിങ്ങൾ പറഞ്ഞത്? ഈ അമ്പലമുറ്റത്ത് വെച്ച് കുഞ്ഞിനെ കളയാനോ? എന്താ നിങ്ങൾ ഈ പറയുന്നത് എന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ എന്ത് പറയണം, ഞാൻ ഇന്ന് പ്രണയിക്കുന്നത് ഞാൻ വേല ചെയ്യുന്ന ആ വീട്ടിലെ ആ മുതലാളിയുടെ മകളാണ്, അവളും ഞാനുമായുള്ള കല്യാണം ഉറപ്പിച്ചിരിക്കുകയാണ്, നീ ഒരു സമയം പോക്കായിരുന്നു എന്ന് സി കെ ചന്ദ്രബോസ് പറയുന്ന ആ രംഗം കേട്ടോ. എന്നിട്ട് പിന്നീട് ഈ നിർമ്മല തൻ്റെ ബാഗിൽ നിന്ന് ഈ സി കെ ചന്ദ്രബോസും ഈ പറയുന്ന നിർമ്മലയും കൂടി ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട് കേട്ടോ. അത് എടുത്തിട്ട് ഇങ്ങനെ പൊട്ടിക്കരയാണ്. നിങ്ങൾ എവിടെ പോയാലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ല, ഞാൻ എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത്, നിങ്ങൾ എന്തിനാണ് എന്നോട് ഈ ക്രൂരത ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ പൊട്ടിക്കരഞ്ഞും കൊണ്ട് നിർമ്മല ഒരു തീരുമാനമെടുക്കുകയാണ്. ഞാനിവിടെ നിൽക്കും തോറും ഇനി ഇവിടെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും, ഇയാളുടെ മുന്നിൽ എനിക്ക് ജീവിക്കാൻ കഴിയില്ല, എന്തായാലും ഗൗതം എൻ്റെ മകനാണെന്നും സി കെ ചന്ദ്രബോസിൻ്റെ മകനാണെന്നുള്ള സത്യം പുറത്തു വന്നു കഴിഞ്ഞാൽ പാറുവിനെ അത് താങ്ങില്ല, പാറു നെഞ്ച് പൊട്ടി മരിക്കും, അതുകൊണ്ട് തന്നെ പാറുവിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഞാൻ ഇവിടെ നിന്നും പോകുന്നു, സി കെ ചന്ദ്രബോസിൻ്റെ വീടായി മാറിയ സ്ഥിതിക്ക് ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് ബാഗ് പിടിച്ചിട്ട് അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുന്ന സമയത്താണ് നിധിയും ഈ പറയുന്ന ശിവാനിയും കൂടി വരുന്ന കേട്ടോ. അപ്പോൾ നിധിയും ശിവാനിയും ഒരുമിച്ച് കാണുമ്പോൾ നിർമ്മലയൊന്ന് പേടിക്കുന്നുണ്ട്. അപ്പോൾ നിധി ചോദിക്കുക ആൻറ്റി എങ്ങോട്ടാ ബാഗ് എടുത്തിട്ട്? ഒന്നുമില്ല എന്ന് പറയുമ്പോൾ ആൻറ്റിയോടെ ചോദിച്ചത് എങ്ങോട്ടാ ബാഗ് എടുത്തിട്ട്? ഇവൾ പറഞ്ഞതിന് ആൻറ്റി സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല, എന്തായാലും ആൻറ്റിയോട് മാപ്പ് പറയാനാണ് ഇവൾ വന്നത് എന്ന് പറയുമ്പോൾ ശിവാനി അതെ ഞാൻ നിങ്ങളോട് സോറി പറയുന്നത്. അതെന്താണ്? അങ്ങനെയല്ല, നിർമ്മല ആൻറ്റിയോട് ഞാൻ ചെയ്തത് തെറ്റാണ്, സോറിയാണ്, അങ്ങനെ നല്ല രൂപത്തിൽ പറയുമെന്ന് പറയണ്ട. അങ്ങനെ ശിവാനിക്ക് അത് പറയേണ്ടി വരികയാണ്. പിന്നീട് ശിവാനി അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ശിവാനി മനസ്സിലൊരു മുദ്ര കുത്താണ്, തീർച്ചയായും ഞാൻ ഈ സത്യങ്ങൾ കണ്ടെത്തും, നിധിയും നിർമ്മലയും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്, അവർക്കിടയിൽ എന്തോ ഒരു രഹസ്യമുണ്ട്, ആ രഹസ്യം കണ്ടെത്തി നിന്നെ ഈ വീട്ടിൽ നിന്ന് ഞാൻ തുരത്തുവിടി എന്നൊക്കെ പറയുന്ന ആ ഒരു സീനാണ് ഇനി വരാനിരിക്കുന്നത് കേട്ടോ.